നിങ്ങൾ കണ്ടു കാണും, പെട്ടെന്ന് ചൈന ഇന്ത്യയുടെ ഫാർമ സെക്ടറിലുള്ള സാധനം വാങ്ങാം. വാങ്ങാൻ പോകുന്നത്. കാരണം ഇതിനേക്കാളും ചീപ്പായിട്ട് ചൈന ഇത് ഉണ്ടാക്കുന്ന. ഇതൊക്കെ വിഡ്ഢിത്തരമെന്ന് പറയുന്നത്. കാരണം അവരൊരു മേനിക്ക് കയറി പറയുന്നത്. കാരണം അവരുടെ ഒരു അതാണ് ഞാൻ ഈ പറയുന്നത്. അമേരിക്കൻ ട്രേഡുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ ചില ആൾക്കാർക്കത് മനസ്സിലാകണം എന്തുവാ ഈ സംഭവം എന്നുള്ളത്. ഇപ്പം കാറുകളുടെ സ്പെയർ പാർട്സ്, അതായത് ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ്, അതായത് ഞാൻ ഈ താമസിക്കുന്ന ഈ ഡൽഹി സിറ്റിയിലെ ദ്വാരക, അതിൻ്റെ ഇപ്പുറത്തായിട്ട് മാറിയിട്ട് ഇഷ്ടം പോലെ സ്പെയർ പാർട്സ് ഉണ്ടാക്കുന്ന ഗുരുഗ്രാമിലുണ്ട്, ഫരീദാബാദിലുണ്ട്, നോയിഡയിലുണ്ട്. നിങ്ങൾക്ക് ഇവിടെ പോയി മനസ്സിലാക്കണം എന്താ അവിടുത്തെ സ്ഥിതി എന്നുള്ളത്. ജോലി പോയി 50-52% ടാരിഫ് എങ്ങനെ അവർക്ക് മുതലാവും? അതിനേക്കാളും കുറച്ച് കൊടുക്കാൻ മെക്സിക്കോയും കാനഡയൊക്കെ തയ്യാറാണ്. പിന്നെ എങ്ങനെ ഈ സാധനം പിന്നെ ആരിത് കയറി മേടിക്കും? അതേപോലെ യൂറോപ്പിൽ ഈ പറയുന്ന ടെക്സ്റ്റൈൽസ് അവർ കംബോഡിയയിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ വാങ്ങുന്നുണ്ട്. നിങ്ങൾ ചൈനയിൽ പോയിട്ട് അവിടുത്തെ എക്സ്പോർട്ട് ഉണ്ടാക്കുന്ന അവരുടെ ഹബ്ബ് പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വലിയ ഒരു സ്ഥലം, അതായത് നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ എറണാകുളം സിറ്റിയുടെ അത്ര എടുക്കുക, അതിൻ്റെ 2 ഇരട്ടി. അതും മുഴുവനും ഈ പറയുന്ന ചൈന ഈ ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് ചെയ്യുന്ന സ്ഥലം മാത്രമാണ്. ഇതേപോലെ എത്രയോ സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ ഇന്ത്യക്ക് അവിടെ മാർക്കറ്റ് അമേരിക്കയിൽ ക്യാപ്ചർ ചെയ്തു. അതാണ് പ്രാധാന്യം. മാർക്കറ്റ് ക്യാപ്ചർ ചെയ്ത് ഇന്ത്യൻ ടെക്സ്റ്റൈൽസിന് ഡിമാൻഡായി. ഞാൻ ഈ അമേരിക്കയിലൊക്കെ പോകുമ്പോൾ അവിടെ പോകുമ്പോൾ ഞാൻ ഇന്ത്യൻ മെയ്ഡ് ഇൻ ഇന്ത്യ കാണാറുണ്ട്. അതായത് ഇന്ത്യൻ സാധനങ്ങൾക്ക് ഡിമാൻഡായി ക്യാപ്ചർ ചെയ്തു. ഇത് യൂറോപ്പിൽ ഇതേപോലെ വേറെ ആൾക്കാർ അയക്കുന്ന സാധനങ്ങളുണ്ട്. അപ്പൊ അവിടെയൊന്നും ഈ പറയുന്ന പോലെ പെട്ടെന്ന് കയറി ഇടിച്ചു കാണാൻ പറ്റുന്നത്. അവിടെ ഓൾറെഡി അവർക്കുണ്ട്, അവർക്ക് സപ്ലൈ ഉണ്ട്, സപ്ലൈ ചെയിൻ ഉണ്ട്. ഇതൊക്കെ ആക്റ്റീവായിട്ട് പോകുന്ന സ്ഥലം. മറ്റുള്ള സാധനങ്ങളുടെ മാർക്കറ്റിംഗ് ഉണ്ടാക്കിയെടുക്കണം. കുറച്ചും കൂടെ വില കുറഞ്ഞ് കുറച്ചും കൂടെ ക്വാളിറ്റി ഒക്കെ മറ്റു പല സാധനങ്ങളും ഉണ്ടാക്കിയെടുക്കണം.